നിങ്ങൾക്കുള്ള വേറെ സബ്ജക്റ്റും കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേസ് ടോപ്പിക് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു S4 കോഴ്സസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു കോഴ്സും കൂടിയുണ്ട്, MCN 202. ഓക്കെ, നോട്ട് ചെയ്തോ കോഡ് MCN 202 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതൊരു നോൺ ക്രെഡിറ്റ് കോഴ്സാണ്. ഓക്കെ, എന്താണ് നമുക്കറിയാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഭരണഘടനയാണല്ലേ. ഇന്ത്യക്ക് ഉണ്ട്, എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ ഭരണഘടനയുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ബേസിക് കാര്യങ്ങൾ ചില അറിയുന്നവരുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് KTU ഇപ്പോഴത്തെ പുതിയ നിങ്ങളെ സ്കീമിൽ ഇങ്ങനെ ഒരു കോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so the study of their own country constitution and studying the importance environment as well as understanding their own human rights help the students to concentrate on their day-to-day discipline. It also gives the knowledge and strength to face the society and people. So അതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിലബസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സിലബസിൽ വരുന്നത് there will be 5 modules. ഓക്കെ, as usual in നിങ്ങളെ all subjects പോലെ here also there will be 5 modules. The first module is അതിൽ പറയുന്നത് എന്താണ്, അതിൽ the definition of constitution, the historical backgrounds, the salient features in the constitution and the preamble, the territory and citizenship. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും, നിങ്ങൾ പഠിച്ചതായിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. മൊഡ്യൂൾ 2ലും അതുപോലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെയാണ് പറയുന്നത്. മൊഡ്യൂൾ 3യിൽ എന്താണ് ഗവൺമെന്റ് യൂണിയന്റെ മെഷീനറീസ് എന്തൊക്കെയാണെന്നാണ്. അതുപോലെ മൊഡ്യൂൾ 4ൽ സ്റ്റേറ്റ്സിന്റെ മെഷീനറീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ലാസ്റ്റിൽ എന്താ പറയുന്നത്, ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് മൊഡ്യൂൾ 5ൽ പറയുന്നത്. അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ മൊഡ്യൂളുകളാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്സ് ആർ, അപ്പോൾ ഇതിലുള്ള മെയിൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് DD ബസു ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു ടെക്സ്റ്റ് ബുക്ക്. PM ബക്ഷി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മളെ KTU സിലബസ് ബേസ്ഡ് ബുക്കുകൾ ആയിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ അതും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണെങ്കിൽ ഞാനത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, റെഫറൻസ് ബുക്സിൽ ഉള്ളത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, JN പാണ്ഡേൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് ഇന്ത്യ ഉണ്ട്. MV പൈലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ MV പൈലിൻ്റെ ഈ ബുക്ക് മലയാളത്തിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പം ആമസോണിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മലയാളവും ഇംഗ്ലീഷും ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ് വിച്ച് ഈസ് ഗിവൺ ഇൻ യുവർ സിലബസ്. ഓക്കെ, so first module already that I told, the definition of constitution, historical background, the salient features of the constitution, then preamble of constitution, union and territory. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1ൽ വരുന്നത്. ഓക്കെ, ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് വരുന്നതാണ്, this subject will provide information about the working of our constitution, different institutions of the government and the relationship with each other. Okay, so here we will learn the meaning of constitution, the brief idea on our constitution, the need of a constitution. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ സൗണ്ട് ഓക്കെ അല്ലേ ഇപ്പം? ഹലോ, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്രമാത്രം നമുക്കിത് അതിൻ്റെ ഫുൾ ഡെപ്തിൽ പോകാൻ വേണ്ടി പറ്റുന്ന അറിയില്ല, എന്നാലും ബേസിക് സ്ട്രക്ചർ മാത്രമാണ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് നെറ്റായിട്ട് കട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഓക്കെ, ഫസ്റ്റ് വൺ ഗവൺമെന്റ് അല്ലേ. നമുക്കറിയാം നമ്മളെല്ലാം ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റമാണ് അല്ലേ. സോ വാട്ട് ഈസ് എ ഗവൺമെന്റ്? വി നോ ദറ്റ് ഓൾ ദ കൺട്രീസ് ദേ ഹാവ് എ ഡെഫിനിറ്റ് ബൗണ്ടറി. ഓക്കെ, so the people residing inside that country are the citizen of that particular country. Okay, so in order to ensure a peaceful and a orderly life in the country, we need an organization അല്ലെ. ഒരു ഓർഗനൈസേഷൻ വേണം, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണമൊക്കെ വരണം അല്ലേ. ഓക്കെ, സോ സച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ദ ഗവൺമെന്റ്. അതാണ് നമ്മൾ ഗവൺമെന്റ് പറയുന്നത്. So what is the duty of the government? So how is this government is formed?
സോ ആക്ച്വലി ദിസ് ഗവൺമെന്റ് വിൽ ഓർഗനൈസസ് ദ പീപ്പിൾ ആൻഡ് ലുക്സ് ആഫ്റ്റർ ദർ വെൽഫെയർ അല്ലേ. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം നോക്കാനും അവരുടെ കാര്യങ്ങളിൽ നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ എന്താണ് ഈ ഗവൺമെന്റിന്റെ പവേഴ്സ്, എന്താണ് അതിന്റെ എന്തൊക്കെ ഓർഗൻസ് ആണ് അതിലുള്ളത്, എന്താണ് അതിന്റെ ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ ഈ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് അല്ലേ. പിന്നെ അവർ ചെയ്യേണ്ട ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ലിഖിതമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ. സോ ദി ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഫൗണ്ട് ഇൻ എ ഡോക്യുമെന്റ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ദ വേർഡ് constitution is developed from the word constitute, okay, which means to frame or to establish or to compose. To frame അല്ലെങ്കിൽ to establish or to compose എന്നൊരു വേർഡ് മീനിങ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന വേർഡ് മീനിങ്ങിനുള്ളത്. അതിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡ് വരുന്നത്. ഓക്കെ. സോ ആക്ച്വലി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് എ സുപ്രീം ലോ ഓഫ് അവർ കൺട്രി. ഓക്കെ. സുപ്രീം ലോ ഓഫ് അവർ കൺട്രി എന്ന് പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്. നമുക്കറിയാം ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ അതിൽ. അതിൻ്റെ ഒരുപാട് അമെൻമെന്റ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് അബൌട്ട് ദ സ്റ്റേറ്റ് സ്പെസിഫൈയിങ് ഹൗ ദ സ്റ്റേറ്റ് ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് വാട്ട് നോംസ് ഇറ്റ് ഷുഡ് ഫോളോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആധികാരികമായി പറയുന്ന ഒരു രേഖയാണ് ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഇറ്റ് ഈസ് ദ സുപ്രീം ലോ ഓഫ് അവർ കൺട്രി. It establishes the structure, procedures, powers, and duties of the government and spells out the fundamental rights, directive principles of state policy, and duties of citizen. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. എപ്പോഴാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പാസ് ചെയ്തത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് പാസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് 26 നവംബർ 1949. ഓക്കെ. 1949 26 നവംബറിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് അവിടെ അംഗീകരിക്കുന്നത് അല്ലെ. ബട്ട് ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 ജനുവരി 1950. നമുക്കറിയാം നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്ന 26 ജനുവരി 1950 ഇത് കെയിം ഇൻ ടു എഫക്ട്. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ടു ബി എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, assuring its citizens of justice, equality and liberty and to promote among them all fraternity. ഇപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയെ ഒരു സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായിട്ട്, ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് അംഗീകരിക്കുന്നതായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പോൾ അവിടെയുള്ള എല്ലാ സിറ്റിസൺസിനും എന്ന് വെച്ചാൽ എല്ലാ പൗരന്മാർക്കും എന്താണ്? ഒരേ നീതി അല്ലെ, ഒരേ ഇക്വാലിറ്റി, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലെ. അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും ഒരു ഫ്രട്ടേണിറ്റി അല്ലെ, എല്ലാവരിലും പടർത്തുക, അല്ലെങ്കിൽ ഒരു സഹോദര്യ സ്നേഹം എല്ലാവരും പടർത്തുക എന്ന ഒരു ലക്ഷ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ കുറെ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ്. വൺ ഈസ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ. രാജ്യത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. Then it contained 395 articles, 22 parts and 8 schedules at the time of commencement. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൽ ഇത്രയും 395 ആർട്ടിക്കിൾസ് ഉണ്ടായി അല്ലെ. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ ഭേദഗതി എന്നൊക്കെ പറയും അല്ലെ. അപ്പോൾ നമുക്കറിയാം പുതിയ അമെൻമെന്റ്സ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. സോറി, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അനുച്ഛേദമാണ് കേട്ടോ. അമെൻമെന്റ്സ് ആണ് ഭേദഗതി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട് പുതിയ അമെൻമെന്റ് ചെയ്യുകയാണ് ഗവൺമെന്റ് അല്ലെ. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ അമെൻമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ 395 അനുച്ഛേദം എന്ന് വെച്ചാൽ 395 ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റാർട്ടിങ് ടൈമിൽ. 22 പാർട്സ് ഉണ്ട്, 8 ഷെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ. ഷെഡ്യൂൾസ് എന്ന് പട്ടിക എന്നാണ് അർത്ഥം. 8 ഷെഡ്യൂൾസ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് കമൻസ്മെന്റ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ദർ ആർ 3 പില്ലേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ 3 തൂണുകളിൽ ആണ് നമ്മൾ താങ്ങി നിർത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലെജിസ്ലേച്ചർ, സെക്കൻഡ് വൺ ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് തേർഡ് വൺ ഈസ് ജുഡീഷ്യറി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താണ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമനിർമ്മാണം ഉണ്ടല്ലേ. നിയമനിർമ്മാണത്തിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന എക്സിക്യൂട്ടീവ്സ്, നിർവഹണത്തിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ജുഡീഷ്യറി നമുക്കറിയാം, അത് ഈ പറയുന്ന നീതി വ്യവസ്ഥ, ജുഡീഷ്യറി ജഡ്ജസിന്റെ അല്ലെ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് നമ്മൾ ജുഡീഷ്യറി പറയുന്നത്.
അപ്പൊ ഈ ഒരു നിയമനിർമ്മാണവും ഈ കാര്യനിർവഹണവും ഈ പറയുന്ന നീതിന്യായവും ഇതൊക്കെ കൂടി വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. The three pillars of constitution are legislature, executive and judiciary. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അത് ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ പറയുന്ന വേറെ കാര്യമാണ് എന്താണ്, മീഡിയ ഈസ് ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറയാറുണ്ട് മീഡിയ അക്കോർഡിംഗ് ടു സം തിയറീസ്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് അതും ഓർത്ത് വെച്ചു. നെക്സ്റ്റ് വൺ ഈസ് ബിഫോർ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. വാട്ട് ഈസ് ബിഫോർ ദി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്? നമുക്കൊരു കാര്യം പറയാം. വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് ദ നീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇപ്പൊ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഹലോ, ഓക്കെ സർ. വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു, എന്താണ്, നമുക്ക് കുറെ ബേസിക് റൂൾസ് വേണം അല്ലെ? കാരണം നമ്മുടെ സിറ്റിസൺസ് നമ്മളൊരു സൊസൈറ്റിയിൽ ഇടപഴകുമ്പോൾ നമുക്ക് അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറെ ബേസിക് റൂൾസ് ഉണ്ട് അല്ലെ? സോ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് പറയാം ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് which allow us or which allow for a minimum mingling or minimum coordination among members of in the society. അപ്പോൾ സൊസൈറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട ഒരു സെറ്റ് ഓഫ് ബേസിക് റൂൾസ് അല്ലെ? നമുക്ക് നിയമം എന്ന് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്, അതല്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് ഉള്ള കുറെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കൊരു സൊസൈറ്റിയിൽ അതിൻ്റെതായ രീതിയിൽ ഇടപഴകാൻ വേണ്ടി പറ്റും അല്ലെ? നമുക്കറിയാം, നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് പോയാൽ അവിടുത്തെ ഭരണഘടന വേറെ ഡിഫറെന്റ് ആണ് അല്ലെ? കുറച്ചും കൂടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ USA പോയാൽ അവിടുത്തെ ഭരണഘടന കുറച്ചും കൂടി സ്ട്രോങ് ആണ്, റിജിഡ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞാൽ അത് ടു റിജിഡ് അല്ല, പക്ഷെ കുറച്ചും കൂടി ഫ്ലെക്സിബിളും ആണ്. എന്നാൽ ടു ഫ്ലെക്സിബിളും അല്ല, ടു ലൈറ്റും അല്ല. അപ്പൊ അത് ആ രീതിയിലൊരു കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം തരുന്ന, കുറച്ചും കൂടി ലിബർട്ടി അനുവദിച്ചു തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയുടേത്. ഓക്കെ, പിന്നെ ഇതിന്റെ ആവശ്യകത പറയുന്നത്, വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, another function of constitution is to specify who has the power to make decisions in the society. സൊസൈറ്റിയിൽ ആരാണ് ഡിസിഷൻ മേക്കർ? ഓക്കെ, അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ വരുന്നത് അല്ലെ? നമുക്കറിയാം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ പീപ്പിൾ അല്ലെ? ജനങ്ങൾ തന്നെയാണ്. ജനാധിപത്യ രാജ്യം, ജനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ്. അപ്പൊ നമുക്കാണ് അതിൽ അവകാശമുള്ളത്. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന വേറൊരു ഫംഗ്ഷൻ. ഒരു മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ another third function of the constitution is to set some limits to the power of government. ഗവൺമെന്റിന് പരമാധികാരം അവിടെ ഇല്ല അല്ലെ? There are certain limits within which the government can work or government can act. Okay, അപ്പോൾ നമുക്കറിയാം there are many fundamental rights which are possessed by the citizen of our country അല്ലെ? അപ്പോൾ ഈ എന്ത് ഗവൺമെന്റ് വന്നാലും they can't violate this, they are not allowed to violate such rights. ഓക്കെ, എന്ത് ഗവൺമെന്റ് വന്നാലും നമുക്ക് അനുവദിച്ച് തന്നുള്ള ബേസിക് റൈറ്റ്സ് നമുക്ക് എപ്പോഴും പാലിക്കാം. സോ നോ ഗവൺമെന്റ് ഈസ് അലൗഡ് ടു violate our rights. Okay, and the constitution has the responsibility to protect the fundamental rights of the citizen. ഓക്കെ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്നല്ല നമ്മൾ സെക്കൻഡ് മൊഡ്യൂളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സിറ്റിസണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിറ്റിസൺ കാൻ ബി അറസ്റ്റഡ് ആർബിട്രറി ആൻഡ് ഫോർ നോ റീസൺസ്, ഓക്കെ, ഇൻ അവർ കൺട്രി. ഓക്കെ, അതുപോലെ തന്നെ വേറെ നമുക്കറിയാം ഒരുപാട് റൈറ്റ്സ്. നമുക്ക് സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് അല്ലെ? ഫ്രീഡം ഓഫ് കോൺസേൺസ് ഉണ്ട്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് കണ്ടക്ട് ട്രേഡ് ഓർ ബിസിനസ്. നമുക്ക് ഇവിടുത്തെ സിറ്റിസൺ നമുക്ക് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. നമുക്കൊരു യൂണിയൻ അസോസിയേഷൻ ഫോർമേഷനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ? നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. നമുക്കിതൊക്കെ അറിയുന്നതാണ് അല്ലെ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ നീഡ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് അത്. അടുത്ത വരെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. ഒരു 6 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൽ. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈപ്സ് ഉണ്ട്. അതായത് ഇവോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓക്കെ, ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്റ്റഡ് ആണ്, ഇവോൾവ് തന്നെയാണ്. അത് ഇവോൾവ് തന്നെ ഇനാക്റ്റഡ് ആണ്. നെയ്തർ ടു റിജിഡ് നോർ ഫ്ലെക്സിബിൾ, ഇറ്റ്സ് എ റിട്ടേൺ ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഇവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വരുന്നതാണ് ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ബിഫോർ 1935.
ഓക്കെ, നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അല്ലെ? അല്ലെ, അപ്പോൾ ഇറ്റ് ഈസ് ഡയറക്റ്റ് അണ്ടർ ദ റൂൾ ഓഫ് ബ്രിട്ടീഷ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് അണ്ടർ ദ റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്രൗൺ. ഓക്കെ, അപ്പോൾ അത് 1858 ആദ്യമായിട്ടൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്, അല്ലെ? അപ്പോൾ ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. സോ ഫ്രം ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 എ സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഫൗണ്ട് ഇൻ ഇന്ത്യ, അല്ലെ? നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ട്രക്ചർ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുന്നത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ്. അപ്പൊ അതിലൊക്കെ ഉള്ളത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് മാത്രമാണ് ആ ഒരു ഗവൺമെന്റ് ഫോർമേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദി ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ദ ബ്രിട്ടീഷ് പാർലമെന്റ് വുഡ് എക്സസൈസ് ഇറ്റ്സ് റൂൾ ത്രൂ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനകത്ത് നിയമിച്ചു ഇംഗ്ലണ്ടിൽ. സോ ത്രൂ ദാറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇറ്റ് വിൽ റൂൾ ഇത് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും ഉണ്ടാവില്ല, കുറെ നാട്ടുരാജ്യങ്ങൾ അപ്പോഴും നാട്ടുരാജാക്കന്മാരുടെ ഇതിൽ തന്നെ ഉണ്ട്, അല്ലെ? പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് മാറി അതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന രീതിയിലേക്ക് ബ്രിട്ടീഷ് ഭരണകൂടം ഭരിക്കാൻ വേണ്ടി തുടങ്ങി ത്രൂ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അതിനുശേഷമാണ് ഒരു കൗൺസിൽ ഫോർമേഷൻ വരുന്നത്. എങ്ങനെയാണ് ഈ കൗൺസിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമം വേണമല്ലോ, രാജ്യമാണ് ബ്രിട്ടീഷ് ഭരിക്കുമ്പോൾ അതിനൊരു നിയമനിർമ്മാണമൊക്കെ വേണം, അല്ലെ? അപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോർമേഷൻ നടത്തണം, അല്ലെ? അങ്ങനെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നത്. 1861 ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നുണ്ട്, അല്ലെ? ഇറ്റ് പ്രൊവൈഡഡ് ഫോർ എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ആരൊക്കെയാണ് മെമ്പേഴ്സ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൺസിസ്റ്റഡ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. അപ്പോൾ അതിൽ ഒഫീഷ്യൽ മാത്രമല്ല നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും കൂടി വന്നു. അതിൽ എക്സിക്യൂട്ടീവ്സ് വരും. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ്സും നോൺ ഒഫീഷ്യൽസും ഒഫീഷ്യൽസും ഒക്കെ അതിൽ വന്നു. അപ്പോൾ അതിനുശേഷം ഇത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നു 1892. ഇറ്റ് എസ്റ്റാബ്ലിഷസ് പ്രൊവിഷ്യണൽ ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് ഇൻക്രീസ് ദ പവർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഈ നിയമനിർമ്മാണത്തിന്റെ സ്ട്രെങ്ത് കുറച്ചും കൂടി കൂട്ടുന്ന ഒരു ആക്ട് ആയിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. അപ്പോൾ ആ ആക്ടിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആക്ട് ഇൻക്രീസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ഗവൺമെന്റ് ബട്ട് ഇറ്റ് വാസ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് പവേഴ്സ്. ഇപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 ആ ആക്ടിലൂടെ ഇന്ത്യൻ സിറ്റിസൺസിനും അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസിലെ റെപ്രസെന്റേറ്റീവ്സിനും കൂടി ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുള്ള റെപ്രസെന്റേഷൻ കിട്ടി. ബട്ട് ദേ ഹാവ് ഓൺലി ലിമിറ്റഡ് പവേഴ്സ്. കാരണം ഇന്ത്യ എന്ന രാജ്യം ഭരിക്കണമെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരെയും കൂടി കൂട്ടുപിടിച്ച് അത് മതിയാവും, അല്ലെ? അപ്പൊ ഇന്ത്യയിലത്തെ കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെയും ബ്രിട്ടീഷേഴ്സിന്റെ കൂടെ നിൽക്കുന്ന റെപ്രസെന്റേറ്റീവ്സിനെയും കൂടി അവർ ആ ഒരു കൗൺസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. സോ ദീസ് ആക്ട്സ് ഇൻക്രീസ്ഡ് ദി representation of Indians in the government, but it was limited in its power. ഓക്കെ, അതിനുശേഷമാണ് സെക്കൻഡ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതിന്റെ കീ ഫീച്ചേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശേഷമാണ് ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നത് 1946. Okay, so in 1946, at the initiative of British Prime Minister Clement Attlee, okay, a cabinet mission for India was formulated. അപ്പോൾ ക്ലെമന്റ് അറ്റ്ലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയ ക്ലെമന്റ് അറ്റ്ലി 1946 ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ, അല്ല ഇത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു ഡിസ്കസ് ദ ആൻഡ് ഫൈനലൈസ് പ്ലാൻസ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഇന്ത്യൻ ലീഡർഷിപ്പ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഇന്ത്യൻ ലീഡർഷിപ്പിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അതായിരുന്നു അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനുള്ള പ്ലാൻസ് ഫൈനലൈസ് ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന്റെ ഡിസ്കസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലേ ഡൗൺ ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ അങ്ങനെ അതിന്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെയാണ് 1957 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ
1957 വന്നു. അക്കോർഡിംഗ് ടു ദിസ് ആക്ട് ദ ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു 2 countries, namely ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നമുക്കറിയാം. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കെയിം ഫോഴ്സ് ഓൺ 18th July 1947. 57 അല്ല, 1947. അല്ലെ? അപ്പൊ എന്താണ് ആക്ട് പ്രകാരം നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു 2 countries, namely ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചു ആ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അല്ല 1947 ആക്ട് പ്രകാരം. ഓക്കെ. അതിനുശേഷം the Constituent Assembly was also divided into 2 for the separate countries. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും രണ്ടായിട്ട് വിഭജിച്ചു, 2 രാജ്യത്തിനു വേണ്ടി. Also the act relieved the British Parliament of any further rights towards India or Pakistan and granted sovereignty over the lands to the respective constituent assemblies. അങ്ങനെ both countries got their own constituent assemblies. അല്ലെ? 2 country formation ഉണ്ടായി, one Pakistan and India, and the complete power of the controlled by the Britishers was given to the these 2 constituent assemblies of the respective countries. അല്ലെ? So, and also they further granted the sovereignty over the lands to the respective constituent assemblies. Okay. So, but the Constitution of India came into force on 26th January 1950. സോ അതിനുശേഷമാണ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26 ശേഷമാണ്. അല്ലെ? ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാണത്. അല്ലെ? അതിനു മുമ്പൊക്കെ ബ്രിട്ടീഷേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു പരമാധികാരം, അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്, അല്ലെങ്കിൽ അതൊരു ഫോഴ്സിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായി മാറി. അല്ലെ? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ. അതിനുശേഷമാണ് നമ്മളെ 5th പോയിന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നത്. അല്ലെ? The Constitution was drafted by the Constitution Drafting Committee on behalf of the Constituent Assembly. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ഭാഗമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂന്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ. നമ്മളെ ഭരണഘടനാ ശില്പിയാണ്, അല്ലെങ്കിൽ നമ്മളെ ഭരണഘടനാ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇതൊക്കെ PSCയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണിത്. ഇതാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ്. ഓക്കെ. പക്ഷെ നമ്മൾ പ്രിയാമ്പിൾ ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തു. ദി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻ ദാറ്റ് കമ്മിറ്റി വേർ ജവഹർലാൽ നെഹ്റു, സി രാജഗോപാലാചാരി, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ശ്യാം പ്രസാദ് മുഖർജി, നളിനി രഞ്ജൻ ഘോഷ്. They were some of the important figures in the Constituent Assembly. ഓക്കെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ പ്രസിഡന്റ് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പോയിന്റ് ഓർത്ത് നോക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ബട്ട് രാജേന്ദ്ര പ്രസാദ് വാസ് എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓക്കെ. അതിനുശേഷമാണ് 6th പോയിന്റ് ആയ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇൻ ഹിസ്റ്ററിയിൽ. ഓക്കെ. ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ്? ഓൺ 14th August 1947 ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രൊപ്പോസ് ദ ഫോമിംഗ് വേരിയസ് കമ്മിറ്റീസ്. ലൈക്ക് ഒരുപാട് കമ്മിറ്റി ഫോർമേഷൻ നടത്തി. ലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കി. ഓക്കെ. ഓൺ 29th August 1947 the Constituent Assembly appointed Dr. B.R. Ambedkar as the chairman and 6 other as the members of the Constituent Drafting Committee. So as I already told, Dr. B.R. Ambedkar was elected as the chairman for this drafting committee, and also there were 6 other members in the members elected for that Constitution Drafting Committee. ആദ്യമായിട്ടൊരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയല്ലേ, അത് 1949 November 4th ഫസ്റ്റ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് സബ്മിറ്റഡ് ബൈ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടു ദി
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിൽ 7 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അങ്ങനെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സബ്മിറ്റ് ചെയ്യുന്നത് 4th November 1949 അപ്പോൾ ഒരുപാട് സിറ്റിങ്ങിന് ശേഷമാണ് ഈ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെ. സോ ആഫ്റ്റർ മെനി ഡെലിബറേഷൻസ് ആൻഡ് സം മോഡിഫിക്കേഷൻസ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സൈൻഡ് 2 ഹാൻഡ് റിട്ടൺ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ്. അങ്ങനെ ആദ്യമായിട്ട് ഒരുപാട് യോഗത്തിനും സംസാരത്തിനും ഒരുപാട് മാറ്റങ്ങൾക്കും ശേഷം ഒരുപാട് മോഡിഫിക്കേഷൻസിന് ശേഷം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യും, 2 കോപ്പിയിൽ സൈൻ ചെയ്യുന്നത്. എന്താ 2 കോപ്പി എന്ന് പറഞ്ഞാൽ one copy is in English and other one is in Hindi. ഓക്കെ, അത് 24th January 1950 ഈ സൈൻ ചെയ്യുന്നത് 24th January 1950. On 26th January 1950 Constitution of India became the law of all Indian lands. അങ്ങനെയാണ് നമ്മൾക്ക് ഫസ്റ്റ് നമ്മളെ നിയമം ഒരു ഭരണഘടനയായിട്ട് വരുന്നതും നമുക്ക് അതിൽ ആ ഭരണഘടന പ്രകാരം നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെയും ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 26 January 1950 Constitution India it came to declared in 1950 26 January. അപ്പോൾ ഈ അതിൽ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ there is a preamble ഒരു ആമുഖം ഉണ്ട് അതിന്. ഇത് preamble was written by പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഓർമ്മ വേണം, preamble of Indian Constitution was written by ജവഹർലാൽ നെഹ്റു. ഓക്കെ, അതിൽ 25 പാർട്സ് ഉണ്ട് അല്ലേ. ഇറ്റ് ഹാസ് 25 പാർട്സ് കണ്ടെയ്നിങ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന് 25 പാർട്സ് കണ്ടെയ്നിങ് 448 articles, 12 schedules and more than 101 അല്ല, ഒരുപാട് അമെൻമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് അമെൻമെന്റ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 104 എങ്ങാനും വന്നിട്ടുണ്ട് ഇതുവരെ അമെൻമെന്റ്സ്. ഓക്കെ, 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 25 പാർട്സ് ആണ്. അതിൽ 448 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് അതിന്റെ ഫോർമേഷൻ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, it is a written constitution and it is a lengthiest written constitution. Okay, means lengthiest written constitution in the world. ഓക്കെ, അപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു പ്രിയാമ്പിൾ ഉണ്ട്, 395 articles, 22 parts and 8 schedules are there. ഓക്കെ, സോ ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ക്രിറ്റിസിസം ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എലിഫന്റ് സൈസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് സാധാരണയായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിന്റെ ഈ ഒരു എലിഫന്റ് സൈസ് ഓഫ് അത്രയും ലെങ്തിയസ്റ്റ് ആയതുകൊണ്ട് അതിനൊരു ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്തിയസ്റ്റ് ആവാനുള്ള ചില റീസൺസ് ഉണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഇതുപോലത്തെ ക്രിറ്റിസിസം വരുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, 28 സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ. ഈ സ്റ്റേറ്റ്സ് പറയുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന, ഡിഫറെന്റ് കൾച്ചറുള്ള അല്ലെ, ഡിഫറെന്റ് ഡൈവേഴ്സിറ്റിയിലെ ഒരുപാട് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത് അല്ലെ. ശരിയല്ലേ. സോ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. because different geographical factors is vastness of the country. വലിയ രാജ്യമാണ് അല്ലെ, and it has a diverse culture in the country അല്ലെ. പിന്നെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ മുമ്പ് ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു, അപ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടാവും. ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1934, അതിന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, which made it bulky. Okay, and also it is a single constitution for both the center and the states അല്ലെ. ജമ്മു ആൻഡ് കാശ്മീരിനെ അന്ന് ഒഴിവാക്കിയിരുന്നു, അതുകൂടാണ്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്സിനും സെൻറ്ററിനുമായിട്ട് ഒറ്റ സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഓക്കെ, സോ അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എ പ്രിയാമ്പിൾ അല്ലെ. അറ്റ് ദ ബിഗിനിങ് ദർ ഇസ് എ പ്രിയാമ്പിൾ വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആസ്പെക്ട്. ഇറ്റ് നറേറ്റ്സ് ദ ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ. ഓക്കെ, ജസ്റ്റിസും ഇക്വാലിറ്റി, ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി, ഫ്രറ്റേണിറ്റി, നാഷണൽ യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്റെ പ്രിയാമ്പിൾ വരുന്നത്. പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും അടുത്തൊരു ക്ലാസ്സിൽ. ഓക്കെ, then one point is that republic ആണല്ലേ. India is a republic. As a republic, people have a right to form their own government and to elect the head of the government. അതിനാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. വേറെ പോയിന്റ് എന്ന് പറയുന്നത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ US എന്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി റിജിഡ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ
ഇറ്റ് ഈസ് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഒരുപാട് ഫ്രീഡം തരുന്ന, ലിബർട്ടി തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത് അല്ലെ. ജനങ്ങൾക്ക്, സിറ്റിസൺസിന് ഒരുപാട് ഫ്രീഡംസ് അനുവദിച്ചു തരുന്ന അല്ലെങ്കിൽ ഒരുപാട് റൈറ്റ്സ് അംഗീകരിച്ചു തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. ഓൾസോ വി ഹാവ് എ ഫെഡറൽ സിസ്റ്റം അല്ലെ. ഒരു ഫെഡറൽ സിസ്റ്റം അംഗീകരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. സെക്യുലറിസമാണ് വേറൊരു സൈലന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. Because as per the principle of secularism, the government must be impartial towards all the religions followed by its citizens. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു റിലീജിയനൈസ്ഡ് അല്ലെ. There shall be no state religion അല്ലെ. At the same time, the government guarantees freedom of faith and worship to all citizens അല്ലെ. നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത് ഇതൊരു മതേതര ഒരു രാജ്യം എന്നുള്ള കൺസെപ്റ്റ് ആണ് അല്ലെ. ഒരു മതരാജ്യമല്ല. ഇപ്പം നമുക്കറിയാം UAE ഒക്കെ അതിന്റെ ഭരണഘടന എന്ന് പറയുന്നത് അതിന്റെ മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒരു മതേതര സെക്കുലർ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സെക്കുലറിസമാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ. നമുക്ക് ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുവദിച്ചിരുന്നുണ്ട്. ഒരുപാട് ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മാത്രമായ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഇതുവരെ ഞാൻ ഇന്നത്തേക്കുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ